Hello and welcome to Surya's Simple English. ഇന്നത്തെ സിമ്പിൾ ഇംഗ്ലീഷിൽ നമ്മൾ ഒരു ക്വയറി റിക്വസ്റ്റ് ആയിട്ട് വന്നൊരു ടോപ്പിക്കിൻ്റെ എടുത്ത് വെച്ചിട്ടുള്ള ക്ലാസ്സാണ്. അതിൽ കൺഫ്യൂഷൻ ആയിട്ട് വന്ന രണ്ട് കാര്യങ്ങളുണ്ട്, അൺടിൽ ആൻഡ് അൺലെസ്. സോ ഫസ്റ്റ് നമ്മൾ വി വിൽ അഡ്രസ് അൺടിൽ. അൺടിൽ എന്ന് പറഞ്ഞ വാക്ക് നമ്മൾ എവിടെ എന്ത് കോണ്ടെക്സ്റ്റിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പുതിയൊരു വാക്ക് അല്ലെങ്കിൽ ഒരു യൂസേജ് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ശരിക്കും നമ്മളതിനെ പല സെൻറ്റൻസസിൽ ഇങ്ങനെ പ്ലേസ് ചെയ്ത് ആ സെൻറ്റൻസിൻ്റെ കോണ്ടെക്സ്റ്റും സ്ട്രക്ചറും മനസ്സിലാക്കണം. അപ്പം വീണ്ടും ഈ അതേ ഒരു സാഹചര്യത്തിൽ അത് യൂസ് ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് ക്ലിയർ ആവും. സോ എനിക്ക് ആദ്യം നിങ്ങളോട് പറയാൻ പറ്റുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: അൺടിൽ യു സ്റ്റാർട്ട് സ്പീക്കിംഗ് ഇൻ ഇംഗ്ലീഷ് യു വിൽ നോട്ട് ബി ഏബിൾ ടു ലേൺ ടു സ്പീക്ക് ദ ലാംഗ്വേജ്. അതായത് നിങ്ങൾ ഇംഗ്ലീഷ് എന്ന ഭാഷ സംസാരിച്ച് തുടങ്ങുന്നത് വരെ, അൺടിൽ യു സ്റ്റാർട്ട് സ്പീക്കിംഗ് ഇൻ ഇംഗ്ലീഷ് യു വോണ്ട് ബി ഏബിൾ ടു ഗെറ്റ് എ ഹോൾഡ് ഓഫ് ഇറ്റ്. ഓക്കെ, വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നോക്കാം. ഐ തോട്ട് യു വുഡ് സ്ലീപ്പ് അൺടിൽ ആഫ്റ്റർനൂൺ. അപ്പോൾ ഒരു ഫ്രണ്ട് ചോദിക്കും, നീ വരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ, എന്താ വരാത്തെ? പറയാം, അയ്യോ ഐ തോട്ട് യു വിൽ സ്ലീപ്പ് അൺടിൽ ആഫ്റ്റർനൂൺ. ഉച്ചവരെ നീ ഉറങ്ങുമായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. So that is another statement. പിന്നെ നമ്മൾ ചോദിക്കും, ആ സിനിമ അടുത്ത ആഴ്ച റിലീസ് ആവുന്നുണ്ടോ? അപ്പം നമ്മൾ ഐ വിൽ നോട്ട് നോ അൺടിൽ ഐ ചെക്ക്. എനിക്ക് എങ്ങനെ അറിയാൻ പറ്റില്ല? ഞാൻ നോക്കിയില്ലെങ്കിൽ എനിക്കത് അറിയാൻ പറ്റില്ല. എപ്പോഴാണ് അത് റിലീസ് ആവുന്നത്? ഐ വിൽ നോട്ട് നോ അൺടിൽ ഐ ചെക്ക്. ആ ആൾ വരുന്നുണ്ടോ? ഓ ഐ വിൽ നോട്ട് നോ അൺടിൽ ഐ കോൾ. കാരണം ഞാൻ വിളിക്കുന്നത് വരെ എനിക്ക് അറിയാൻ പറ്റില്ല, ഞാൻ വിളിച്ചാലേ അറിയുള്ളൂ എന്നാണ് ആ സെൻറ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ സെൻറ്റൻസിൽ നമുക്ക് അൺടിലും ഉപയോഗിക്കാം, അൺലെസ്സും ഉപയോഗിക്കാം. ഞാൻ വിളിച്ചില്ലെങ്കിൽ എനിക്കറിയാൻ പറ്റില്ല. ഐ വോണ്ട് നോ അൺലെസ് ഐ കോൾ, അല്ലെങ്കിൽ ഐ വോണ്ട് നോ അൺടിൽ ഐ കോൾ. അതിൻ്റെ വ്യത്യാസം കൂടി ഞാൻ പറഞ്ഞു തരാമേ. ഐ വിൽ നോട്ട് നോ അൺടിൽ ഐ കോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരാളെ ഫോൺ വിളിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, വിളിക്കുന്നതിന് തൊട്ട് മുൻപ് വരെ എനിക്ക് അറിയാൻ പറ്റില്ല, വിളിച്ചു കഴിഞ്ഞാലേ എനിക്ക് അറിയാൻ പറ്റും. എന്നാൽ അൺലെസ് ആണെങ്കിൽ വ്യത്യാസം ഇതാണ്: ഞാൻ വിളിച്ചില്ലെങ്കിൽ എനിക്കെങ്ങനെ അറിയാൻ പറ്റുന്നത്? ഐ വിൽ നോട്ട് നോ അൺലെസ് ഐ കോൾ. ഇന്ന സമയത്ത് വിളിക്കുമെന്നുള്ളൊരു ഹോപ്പ് പോലും ആ സെൻറ്റൻസിൽ ഇല്ല. കൺഫ്യൂഷൻ ആവുന്നുണ്ടോ? സോ നിങ്ങൾ ചോദിക്കുവാണ്, വെൻ ഈസ് ഷീ കമ്മിങ്? അപ്പോൾ പറയും, അയ്യോ ഐ വിൽ നോട്ട് നോ അൺടിൽ ഐ കോൾ. ഞാൻ 5 മണിക്ക് വിളിക്കാനിരുന്നതാണ്. അതാണ് അതിൻ്റെ ഒരു പ്രിഫിക്സ് എക്സിസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഞാൻ 5 മണിക്ക് വിളിക്കാനിരുന്നതാണ്, പക്ഷേ ഞാൻ വിളിക്കുന്നത് വരെ എനിക്കറിയില്ല. ഡു യു നോ വാട്ട് ടൈം ഷീ ഈസ് കമ്മിങ്? ഇവിടെ അൺലെസ് ആണെങ്കിൽ നമ്മൾ പറയും, ഐ വിൽ നോട്ട് നോ അൺലെസ് ഐ കോൾ. ഞാൻ വിളിച്ചാലല്ലേ അറിയുള്ളൂ, വിളിച്ചില്ലെങ്കിൽ എനിക്ക് അറിയാൻ പറ്റില്ല എന്ന്. നമ്മൾ റോഡിലൂടെ നടന്നു പോവുകയാണ്, അപ്പോൾ പെട്ടെന്നൊരു ആക്സിഡൻറ്റ് ഉണ്ടായി. അപ്പോൾ നമ്മൾ പറയും, അയ്യോ കൈ മുറിഞ്ഞിട്ടുണ്ട്, പ്ലീസ് വെയിറ്റ് ഹിയർ, നിങ്ങൾ ഇവിടെ ഇരിക്കൂ, ലെറ്റ് ദി ആംബുലൻസ് കം. അപ്പം അവിടെ നമുക്ക് അൺടിൽ എങ്ങനെ ഉപയോഗിക്കാം? വെയിറ്റ് ഹിയർ അൺടിൽ ഹെൽപ്പ് അറൈവ്സ്. വെയിറ്റ് ഹിയർ അൺടിൽ ദി ആംബുലൻസ് കംസ്. അല്ലെങ്കിൽ നമുക്ക് ഒരാൾ വയ്യാണ്ടിരിക്കുകയാണ്, വീട്ടിലുള്ള ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം, വെയിറ്റ് ഹിയർ അൺടിൽ സമൺ കംസ്. ഒരു വ്യക്തി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക എന്ന്. ക്ലിയർ ആയില്ലേ? Let's look at another example. I got late because I had to wait until the maid came. എന്താ നിങ്ങൾ വരാൻ താമസിച്ചത്? അപ്പോൾ പറയും, അയ്യോ ഞാൻ വരാൻ താമസിക്കാനുള്ള കാരണം എനിക്ക് എൻ്റെ വീട്ടിലെ ഹെൽപ്പ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യണമായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യണമായിരുന്നു. ഐ ഹാഡ് ടു വെയിറ്റ് അൺടിൽ. അത് അൺടിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതെങ്കിലും ഒരു ടൈം പീരിയഡാണ് അത് ഡിനോട്ട് ചെയ്യുന്നത്. until 2 o'clock അല്ലെങ്കിൽ until late evening, will not reach there until it's dawn. ഞാൻ യാത്ര ചെയ്യുകയാണ്, ആ സ്ഥലത്തേക്ക് ഞാൻ എത്തണമെങ്കിൽ വെളുപ്പിനെയാകണം അല്ലെങ്കിൽ ഉച്ചയാകണം. അൺടിൽ, ആ സമയം എത്തണമെന്നാണ് അൺടിൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 1-2 എക്സാമ്പിൾസ് കൂടി നോക്കാം. നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി നമ്മൾ ബ്ലഡ് ടെസ്റ്റിന് കൊടുത്തു. അപ്പോഴത്തേക്കും നമ്മൾ ചോദിക്കും, വെൻ ക്യാൻ ഐ ഗെറ്റ് ദ റിസൾട്ട്സ്? അപ്പോൾ യു വിൽ നോട്ട് ഗെറ്റ് ദ റിസൾട്ട്സ് അൺടിൽ ടുമോറോ മോർണിംഗ്. യു വിൽ നോട്ട് ഗെറ്റ് ദ റിസൾട്ട്സ് അൺടിൽ ടുമോറോ മോർണിംഗ്. ഇവിടെ നമുക്ക് അൺലെസ് ഉപയോഗിക്കാൻ പറ്റുമോ? യു വിൽ നോട്ട് ഗെറ്റ് ദ റിസൾട്ട്സ് അൺലെസ് ടുമോറോ മോർണിംഗ് എന്ന് ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റത്തേയില്ല. ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് യു വിൽ നോട്ട് ഗെറ്റ് ദ റിസൾട്ട്സ് അൺലെസ് യു ഗിവ് യുവർ ബ്ലഡ്. നിങ്ങൾ രക്തം കൊടുത്താലേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. യു വിൽ നോട്ട് ഗെറ്റ് ദ റിസൾട്ട്സ് അൺലെസ് യു വോണ്ട് ടു വെയിറ്റ് ടിൽ ഈവനിങ്. നിങ്ങൾക്ക് ഉടനെ ഇപ്പം റിസൾട്ട് കിട്ടില്ല, പക്ഷേ നിങ്ങൾക്ക് വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്യണമെങ്കിൽ വെയിറ്റ് ചെയ്യാം. യു വിൽ നോട്ട് ഗെറ്റ് ദ റിസൾട്ട്സ് അൺടിൽ ടുമോറോ മോർണിംഗ്. നാളെ രാവിലേക്ക് മുന്നേ ആയി നിങ്ങൾക്ക് ഈ ബ്ലഡ് റിസൾട്ട്സ് കിട്ടില്ല. എന്നിട്ട് നമുക്ക് പറയാം, അൺലെസ് യു വോണ്ട് ടു വെയിറ്റ് ഐ ക്യാൻ സെൻഡ് ഇറ്റ് ടു യു ബൈ മെയിൽ. നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്തോളൂ,
നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മെയിലായിട്ട് റിസൾട്ട് അയച്ചു തരാം. സോ അൺലെസ് യു വോണ്ട് ടു വെയിറ്റ്, അവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യണമെങ്കിൽ ചെയ്തോളൂ. അൺലെസ് യു വോണ്ട് ടു വെയിറ്റ്, ഐ വിൽ സെൻഡ് ഇറ്റ് ടു യു ബൈ മെയിൽ. ഐ നോ ഇറ്റ് ഈസ് എ ലിറ്റിൽ കൺഫ്യൂസിങ്. പക്ഷേ ഇതുകൊണ്ട് തന്നെ കുറേ സെൻറ്റൻസസിൽ നമ്മൾ ഈ അൺടിലും അൺലെസ്സും ഉപയോഗിച്ച് കോണ്ടെക്സ്റ്റ് നമുക്ക് ശീലമായി കഴിയുമ്പോൾ പിന്നെ നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും, ഓ ശരിയാണ്, ആ കോണ്ടെക്സ്റ്റിൽ ഇത് ഉപയോഗിക്കാൻ പറ്റുമായിരുന്നു അല്ലെങ്കിൽ പറ്റില്ലായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഈ കോണ്ടെക്സ്റ്റിലും എനിക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. മോർ എക്സാമ്പിൾസ്. വി വാക്ക്ഡ് അൺടിൽ വി റീച്ച്ഡ് ദെയർ. നമ്മൾ അവിടെ എത്തുന്നത് വരെ ഞങ്ങൾ നടന്നു. വി വാക്ക്ഡ് until we reached there. She walked until she reached there. He ran until he reached there. അവിടെ എത്തുന്നത് വരെ ഓടി. ഇവിടെ നമുക്ക് unless ഉപയോഗിക്കാൻ പറ്റുമോ? He ran unless he reached there. തെറ്റല്ലേ? Unless he ran, he would not have reached there on time. അങ്ങനെ ഉപയോഗിക്കാം. Unless he ran, he would not have reached there on time. അവൻ ഓടിപ്പോയില്ലായിരുന്നെങ്കിൽ അവിടെ കൃത്യസമയത്ത് എത്തില്ലായിരുന്നു. അവിടെ എത്തുന്നിടം വരെ അവൻ ഓടി. ഹി റാൻ അൺടിൽ ഹി റീച്ച്ഡ് ദെയർ. അപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയി വരുന്നില്ലേ? ഓക്കെ, മോർ എക്സാമ്പിൾസ്. നമ്മളോട് പറഞ്ഞു ഒരു ഗിഫ്റ്റ് അയച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു സാധനം മേടിച്ച് വെച്ചിട്ടുണ്ട്, നാളെ രാവിലെ കിട്ടും. നമ്മൾ പറയും ഐ കാൺ വെയിറ്റ് അൺടിൽ ടുമോറോ. എനിക്ക് നാളെ രാവിലെ വരെ കാത്തിരിക്കാനൊന്നും പറ്റത്തില്ല. ഐ കാൺ വെയിറ്റ് അൺടിൽ ടുമോറോ. ഐ കാൺ വെയിറ്റ് അൺടിൽ 3 o'clock. എനിക്കിപ്പോൾ വേണം, ഉടനെ വേണം. നമുക്ക് ധൃതി ഉണ്ടല്ലോ എല്ലാ കാര്യങ്ങൾക്കും പൊതുവേ. നമ്മൾ എസ്പെഷ്യലി ഹോസ്പിറ്റലിലോ ബാങ്കിലോ ഒക്കെ പോയി എനിക്ക് ഐ കാൺ വെയിറ്റ് അൺടിൽ 3 o'clock. ഐ കാൺ വെയിറ്റ് അൺടിൽ 2. ഇത് നിങ്ങൾ ശരിക്കും ഒത്തിരി ഉപയോഗിക്കുന്നുണ്ട്. കാരണം നമുക്കൊക്കെ ധൃതിയാണ്. അപ്പോൾ പല സ്ഥലത്തും പോയിട്ട് നമ്മൾ പറയും അത്രയും നേരമൊന്നും എനിക്ക് കാത്തിരിക്കാൻ പറ്റില്ല എന്ന്. മാനേജർ ഇവിടെ ഇല്ല, മാനേജർ വന്നാലേ ഇത് ചെയ്തു തരാൻ പറ്റുമോ? ഐ കനോട്ട് വെയിറ്റ് അൺടിൽ ഹി കംസ് ഹിയർ. പുള്ളി വരുന്നത് വരെ എനിക്കിവിടെ കാത്തിരിക്കാൻ പറ്റില്ല. വേറൊരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് ചിന്തിക്കാം. നിങ്ങൾ വീട് ഷിഫ്റ്റ് ചെയ്യുകയല്ലേ, ഞങ്ങൾ വന്ന് സഹായിക്കട്ടെ. അപ്പോഴോ വി ഡോണ്ട് നീഡ് യുവർ ഹെൽപ്പ് അൺടിൽ ദ വീക്കെൻഡ്. വി ഡോണ്ട് നീഡ് യുവർ ഹെൽപ്പ് അൺടിൽ ദ വീക്കെൻഡ്. വീക്കെൻഡ് എത്തുന്നത് വരെ സഹായം വേണ്ട, കാരണം വീക്കെൻഡിലാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. സോ ക്യാൻ വി കം ഓവർ ആൻഡ് ഹെൽപ്പ് യു? അപ്പോൾ വി ഡോണ്ട് നീഡ് യുവർ ഹെൽപ്പ് അൺടിൽ ദ വീക്കെൻഡ്. വീക്കെൻഡിൽ വേണം എന്നാണ് അതിൻ്റെ അർത്ഥം. വീക്കെൻഡ് വരെ സഹായം വേണ്ട എന്നാണ് ഉദ്ദേശിക്കുന്നത്. മോർ എക്സാമ്പിൾസ്. ഓക്കെ, എന്തെത്രയും താമസിച്ച് അയ്യോ ഒരുപാട് ജോലി ഉണ്ടായിരുന്നു, അത് തീരുന്നത് വരെ ഞാൻ വർക്ക് ചെയ്യേണ്ടി വന്നു. വൈ ഡിഡ് യു ഗെറ്റ് സോ ലേറ്റ്? ഐ ഹാഡ് ടു വർക്ക് ഓൺ ദ പ്രോജക്റ്റ് അൺടിൽ ഇറ്റ് ഫിനിഷ്ഡ്. അത് തീരുന്നത് വരെ എനിക്ക് ആ പ്രോജക്റ്റിൽ വർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഐ ഹാഡ് ടു വർക്ക് ഓൺ ദാറ്റ് പ്രോജക്റ്റ് അൺടിൽ ഇറ്റ് ഫിനിഷ്ഡ്. വൺ മോർ എക്സാമ്പിൾ. നമ്മളിങ്ങനെ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു. അപ്പോൾ വല്ലാണ്ട് മഴ പെയ്തു. അപ്പോഴത്തേക്കും നമ്മൾ അയ്യോ ഇറങ്ങാൻ പറ്റില്ലല്ലോ, മഴയത്ത് പോയാൽ നനയില്ലേ. അപ്പോൾ പറയാം ഐ വിൽ നോട്ട് ഗോ അൺടിൽ ദ റെയിൻ സ്റ്റോപ്സ്. അപ്പം നമ്മൾ വീട്ടിൽ പറയുകയാണെങ്കിൽ നമ്മൾ പറയും നോക്കൂ അമ്മേ ഐ വിൽ നോട്ട് ഗോ അൺടിൽ ദ റെയിൻ സ്റ്റോപ്സ്. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറയും അയ്യോ എന്തിയെ കണ്ടില്ലല്ലോ. പറയും ഐ വിൽ നോട്ട് കം അൺടിൽ ദ റെയിൻ സ്റ്റോപ്സ്. ഐ വിൽ നോട്ട് ഗെറ്റ് ഔട്ട് അൺടിൽ ദ റെയിൻ സ്റ്റോപ്സ്. മഴ തീരുന്നത് വരെ ഞാൻ വീട്ടിന് പുറത്തേക്ക് ഇറങ്ങിയില്ല എന്ന്. അപ്പോൾ അൺടിലിൻ്റെ ഒരു കൂട്ടം പ്രയോഗങ്ങൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്, ഈ സെൻറ്റൻസസ് ഒക്കെ എഴുതി വെക്കുക തന്നെ ചെയ്യണം. കാരണം ഈ അൺടിൽ അൺലെസ് നമുക്ക് കോണ്ടെക്സ്റ്റിൽ വരുമ്പോൾ നമ്മൾ ഇച്ചിരി കൺഫ്യൂസ് ചെയ്യിക്കും. പതിവായി ഞാൻ പറയുന്നത് പോലെ നമ്മൾ പുതുതായിട്ട് പഠിക്കുന്ന സെൻറ്റൻസ് നമ്മൾ ആ ഒരു സെൻറ്റൻസ് സ്ട്രക്ചറിൽ തന്നെ എഴുതി നമ്മൾ ഉപയോഗിച്ച് ശീലിക്കുക. ഇതിൽ ഗ്രാമറാണോ, ഇത് കൺജങ്ഷൻ ആണോ, ഇത് എവിടെയാണ് യൂസ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ച് തലപുകച്ചിരുന്നാൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല. കമ്പാരിറ്റീവ് എക്സാംസിന് ഗ്രാമറിൻ്റെ ചോദ്യോത്തരങ്ങളൊക്കെ എഴുതാൻ തീർച്ചയായും ഗ്രാമർ വേണം. പക്ഷേ യൂസേജസ് ഉണ്ടല്ലോ, അൺടിൽ അൺലെസ് ആൻഡ് ഓൾ ഓഫ് ദാറ്റ്, അതിൻ്റെ കോംപ്ലെക്സിറ്റിയും റൂളിനെ കുറിച്ചും ഒരുപാട് വറി ചെയ്യാതിരിക്കുക. ഓണത്തിനും അവധി സമയത്തൊക്കെ നല്ല കാര്യങ്ങളല്ലേ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക എന്നുള്ളത്. സോ ട്രൈ, ശരിക്കും ഇൻ റിയാലിറ്റി ട്രൈ യൂസിങ് ദീസ് സെൻറ്റൻസസ്. അങ്ങനെ ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാവും ഇന്ന കോണ്ടെക്സ്റ്റിൽ ഉപയോഗിക്കേണ്ട വാക്കാണിത്. അങ്ങനെ തന്നെയാണ് നമ്മളൊരു പുതിയ പദപ്രയോഗവും വാചകവും ഒക്കെ ശീലിക്കുന്നത്. കാണുക സൂര്യ സിമ്പിൾ ഇംഗ്ലീഷ്. ലളിതമായും രസകരമായും തന്നെ നമുക്ക് ഇംഗ്ലീഷ് എന്ന ഭാഷ സംസാരിക്കാൻ പഠിക്കാം. സൂര്യ ടി വിയുടെ മോർണിംഗ് ഷോയിൽ സിമ്പിൾ ഇംഗ്ലീഷിൻ്റെ ഒരു സെഗ്മെൻ്റ് ഉണ്ട്. സോ അത് നിങ്ങൾ ഡെഫിനറ്റ്ലി കാണണം. അപ്പോൾ ഇനി യൂട്യൂബിൽ മാത്രമല്ല വീക്ക്ലി സൂര്യ ടി വിയുടെ മോർണിംഗ് ഷോ കാണുകയാണെങ്കിൽ ആ കൂട്ടത്തിലും നിങ്ങൾക്ക് സിമ്പിൾ ഇംഗ്ലീഷിലെ വീഡിയോസ് കാണാൻ പറ്റും. ഫോളോ മീ ഓൺ ഇൻസ്റ്റ ഫോർ ഡെയിലി അപ്ഡേറ്റ്സ്. കമ്മ്യൂണിറ്റി സ്പേസിൽ ഞാൻ പിക്ചറിനോട് ചേർന്ന് കുറേ ക്വസ്റ്റ്യൻസ് ഇടാറുണ്ട്. അതും അറ്റംപ്റ്റ് ചെയ്യാൻ നോക്കുക. കീപ് വാച്ചിങ് ആൻഡ് കീപ് ഷെയറിങ്. ലവ് യു ഓൾ ദിസ് ഹോളിഡേ സീസൺ. ടേക്ക് കെയർ. ബൈ.